Hello guys, Assalamu alaikum. Welcome back to my channel. ഞാൻ പോകുന്നത് ഞാനൊരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അയൽക്കൂട്ടം നമ്മുടെ കുടുംബശ്രീന്ന് കുറച്ച് വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് തക്കാളിയാണ്. ഇത് ഞാൻ സ്പ്രിംഗ് ഓണിയൻ ആക്കാൻ വേണ്ടിയിട്ട് ആക്കിയതാണ് കേട്ടോ. പിന്നെ പൈനാപ്പിളുണ്ട്, പിന്നെ ഞാൻ മല്ലി ഇവിടെ ഇട്ടിട്ടുണ്ട്, മല്ലി. പിന്നെ തക്കാളി ഉണ്ട്, ഇവിടെ തക്കാളി ആയിക്കൊണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാനൊരു പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പോയി. പിന്നെ ഇവിടെ കൂർക്കയില. ഇത് നമ്മുടെ മുളകുണ്ട്. ഇതിൽ ഒന്ന് വഴുതനങ്ങ ആയിപ്പോയി, ബ്രിഞ്ചാൾ. ഇതിലും പക്ഷേ ഇതിൽ എന്താ പറയുക, എല്ലാം പുഴു കടിച്ചിട്ടുണ്ട്. ഞാൻ ചാക്കിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആടുണ്ട്. പിന്നെ മുളക്, നമ്മുടെ മണി പ്ലാന്റ്. ഇത് തക്കാളിയാണ് കേട്ടോ. തക്കാളി കുറച്ചും കൂടി വലുതായി. ഇനി ഇതിന് ഒരു സ്റ്റമ്പ് വെച്ച് കൊടുക്കണം. ഇത് വഴുതനങ്ങയാണ്. നമുക്ക് ഇതിനിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഫസ്റ്റ് നമ്മുടെ ഉള്ളി തോലി നല്ലതാണ് കേട്ടോ. നമ്മുടെ വെജിറ്റബിൾസിന് പ്രതിരോധ ശേഷിയിലും കൂടാൻ നല്ലതാണ്. മണി പ്ലാന്റ് ഇങ്ങനെ അടുപ്പിൽ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കത്തിക്കുന്നുണ്ടാവാറൊന്ന് കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ ചോറ് ഞങ്ങൾ അടുപ്പിലാണ് വെക്കാറ്. ചോറ് അടുപ്പ് വെച്ച് എനിക്ക് ഒരു ടേസ്റ്റ് കിട്ടും. അടുപ്പിലാണ് വെക്കാറുള്ളത്. എൻ്റെ മോൾക്ക് പിന്നെ പെറ്റ് അനിമലോട് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ പൂച്ചക്കുട്ടിയോടാണ് കളിക്കുന്നത്. പിന്നെ കിച്ചണിലോട്ട് ഞാൻ മണി പ്ലാന്റ് ഒക്കെ വളർത്തിയിട്ടുണ്ട്. നമ്മളെ പൂച്ചക്കുട്ടിയാണ് കേട്ടോ. ഞാൻ നേരെ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മുടെ അരിയാണ്, കഴുകി വെച്ച അരി. വെള്ളം തിളക്കാറായി. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് തിളക്കട്ടെ. പിന്നെ ഇത് ഇന്നലെ തേങ്ങല പറിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ധാരാഷ്ണ ഒരു പേരാ. വിട് തുണിയൊക്കെ അലക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം അലക്കിയിട്ടൊന്ന് വരാം കേട്ടോ. പീലുവിൻ്റെ അമ്മ അത് പീലു. പിന്നെ ഉച്ചക്കത്തേക്ക് പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട്. ബീട്രൂട്ട് എല്ലാവരുടെയും ഫേവറേറ്റാണ്. അപ്പോൾ ബീട്രൂട്ടാണ് എന്നെ എടുക്കുന്നുള്ളത്. പിന്നെ ഒരു സവാളയും ഒരു തക്കാളിയും 2 പച്ചമുളക് ഇട്ടിട്ട് ഇതെല്ലാം കുക്കറിലാണ്. അപ്പോൾ കുറച്ച് വേവുണ്ടല്ലോ. അപ്പോൾ ഇത് കുക്കറിലോട്ടൊന്ന് തട്ടിയിട്ട് കടുകെല്ലാം ഇട്ടിട്ട് വെച്ചിട്ട് ലാസ്റ്റ് തേങ്ങ ഇട്ടിട്ടൊന്ന് 3-4 വിസിലടുപ്പിക്കും. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും റെഡിയാവും. അപ്പോൾ ഇത് 4 വിസിലടുക്കണം. പിന്നെ വെള്ളമൊന്നും ചേർക്കാറില്ല പച്ചക്കറിയിൽ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. വെള്ളം ചേർക്കാണ്ട് എണ്ണയിൽ തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റും ഉണ്ട്. കുക്കറിലാണ് പെട്ടെന്ന് നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഈ വേവുള്ള സാധനം വേഗം വെന്ത് കിട്ടാകുമ്പോൾ കുക്കറിലാണ് വേണ്ടത്. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ഇതൊക്കെ കഴുകിയെടുക്കണം. ഫുഡാക്കിയതെല്ലാം ബാക്കി എല്ലാ പാത്രങ്ങളും ഉണ്ട്. അതെല്ലാം പുറത്തുനിന്നാണ് കഴുകിയിട്ട് വരാം. പിന്നെ നമ്മുടെ
അതേപോലെ ടേബിളൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വെക്കണം, പാത്രങ്ങളൊക്കെ കഴുകണം. അങ്ങനെ നന്നായിട്ട് സർഫൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുന്നുണ്ട്, നന്നായിട്ട് തോർത്തിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്തുനിന്നാണ് പാത്രം കഴുകുന്നത് ഞാൻ പറഞ്ഞു, അപ്പോൾ അത് കഴുകാൻ പോകുന്നുള്ളതാണ്. പിന്നെ ചോറെല്ലാം വേയായി. പിന്നെ ഞാൻ കുട്ടികൾക്ക് വെള്ളത്തിന് കത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കുട്ടികൾക്ക് വെള്ളമൊക്കെ തിളപ്പിക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ കഴുകാൻ വെച്ചതാണ്, അടക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വെയിലത്ത് വെച്ചു. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.